നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിൽ വളരെ കാര്യമായ സ്വാധീനമുള്ള ഒരു കൊമേഴ്സ്യൽ ടെലിവിഷൻ നെറ്റ്വർക്ക്, ഒരു ശൃംഖലയാണ്. അവർ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരിപാടികൾ, അമേരിക്കയിൽ വലിയ വ്യൂവർഷിപ്പുള്ള ടുഡേ ഷോ, NBS നൈറ്റ്ലി ന്യൂസ്, സാറ്റർഡേ നൈറ്റ് ലൈവ് തുടങ്ങിയ ഒരുപാട് സ്പെഷ്യൽ പ്രോഗ്രാംസ് അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഗ്രാമുകൾക്ക് വലിയ വ്യൂവർഷിപ്പാണ്. ആ NBC എന്ന് പറയുന്ന ഒരു ചാനൽ, ഈ കൊമേഴ്സ്യൽ ടെലിവിഷൻ നെറ്റ്വർക്ക്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അവർ നമ്മുടെ ട്രംപിൻ്റെ അഭിമുഖത്തിന് അവസരം ചോദിച്ചു, സമയം കൊടുത്തു. ആ പ്രോഗ്രാം ആങ്കർ ചെയ്തത് ക്രിസ്റ്റൻ വെൽക്കർ എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആങ്കറാണ്, ഒരു ജേർണലിസ്റ്റാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു നിസ്സാരക്കാരായ ആളിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള, വളരെ ഹോട്ട് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിൽ പ്രശസ്തയായ ആ മാധ്യമപ്രവർത്തകയോട് അമേരിക്കയുടെ ട്രംപ് പറഞ്ഞത് യു ആർ ക്രൂക്കഡ് ഓർ യു ആർ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് അവരോട് കയർത്ത് സംസാരിച്ച് മൈക്ക് ഊരി ഇറങ്ങി പുറത്തുപോയി. സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടി ഒലിച്ച് എന്തൊക്കെയോ പുലഭ്യം പറഞ്ഞ് തൻ്റെ മാനസിക നിലയുടെ ഒരവസ്ഥ വെളിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. എത്രമേൽ അദ്ദേഹം സ്വയം ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ അമേരിക്കൻ ജനതയ്ക്ക് അദ്ദേഹത്തിനോടുള്ള മനോഭാവവും ലോകത്തെ മനുഷ്യർക്ക് അദ്ദേഹത്തിനോടുള്ള മനോഭാവവും അതോടൊപ്പം തന്നെ ഇറാൻ്റെ വഴങ്ങായ്മയും എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കപ്പെട്ട സവിശേഷമായ ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണതെന്നാണ് പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ദേ ഇതാണ്. That's how they vote in crooked, California. just like you're crooked. Your press is crooked, and Meet the Press is crooked. To be fair, I'm not crooked, but let's Really? let's Well, you play right into their hands. Let's continue. You're either crooked or you're stupid. Let's You have more evidence. There's more evidence than ever presented. Let's talk Your about elections you in went this to country, court. we're like a third world country. But, sir, your elections are crooked, and you're crooked, and Meet the Press is crooked, Mr. and so President- is ABC and CBS and CNN. But, Mr. President- You're one-sided crooked networks. Right? Let's call it quits because I've had enough. Thank you, darling. Have a good time. Mr. President, let's please. I traveled all the way to Wisconsin. I've sat in the traveled rain all. with you. I know. I I've sat in the traveled rain all the with way you to for an hour, Wisconsin. on and off in the rain, and I've given you enough time. You ought to straighten out your press because you know what? Mr. A President, country can never be We great traveled with a dishonest. Listen, we Come on, traveled let's go. all the way to Wisconsin for this interview. That's how. എല്ലാ ചാനലുകളെയും തെറി വിളിച്ച് ട്രംപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാവരും ക്രൂക്കഡാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പുള്ളി മാത്രമേ ഉള്ളൂ ലോകത്തൊരു സ്ട്രെയിറ്റ് മനുഷ്യൻ. അവർ പറയുന്നുണ്ട് ഒരുപാട് ട്രാവൽ ചെയ്താണ് വന്നത്. ടു ബി ഫെയർ, ഐ ആം നോട്ട് ക്രൂക്കഡ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ട്രംപ് കേൾക്കാൻ തയ്യാറല്ല ഇലക്ഷൻ മുതൽ. എന്നിട്ട് പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ വംശീയതയൊന്ന് ആലോചിക്കണം. എന്താണെന്നറിയോ പറയുന്നത്? നിങ്ങൾ ഒരു തേർഡ് വേൾഡ് കൺട്രിയിലെ മൂന്നാം ലോക രാജ്യത്തെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ, മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്തോ വളരെ മോശമായ സംഗതിയും ഇവനെന്തോ കേമനാണ് എന്നുള്ള രീതിയിലുമാണ്. അത്ര വംശീയതയാണ് ഇവൻ്റെയൊക്കെ മനസ്സിലുള്ളത്. ഇവനെയാണ് കെട്ടി എഴുന്നള്ളിച്ച് വലിയ അടുപ്പക്കാരനാണെന്നും സ്നേഹിതനാണെന്നും വലിയ ചരിത്രപുരുഷനാണെന്നും പറഞ്ഞ് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. നമ്മുടെ സംഘികളൊക്കെ പല സ്ഥലങ്ങളിലും പൂജയും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ നടത്തിയാണ് ഈ ചരക്കിനെ ജയിപ്പിച്ചത്. ഇപ്പോൾ ആർക്കും അത്രമേൽ വലിയ പ്രിയമൊന്നുമില്ല. ഇപ്പോൾ അതിനേക്കാൾ ഇഷ്ടം ഫാദർലാൻഡിനോടാണ്, ഇസ്രയേലിനോട്.